ആയങ്കി ആരാധകരെ അടങ്ങൂ, അവൻ അകത്തായി. അവൻ വളർന്ന പാർട്ടി വേറെ ആയിരിക്കാം, പക്ഷേ ജനങ്ങൾ വളർത്തിയ പാർട്ടിയാണ് ഭരിക്കുന്നത്. 14 ദിവസം റിമാൻഡ്. രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിപ്പാണ്. ആ കുറിപ്പോടൊപ്പം ഒരു ദൃശ്യം കൂടി പങ്കുവച്ചിട്ടുണ്ട്. അപ്പോ ഈ അർജുൻ ആയങ്കിയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി അതിനുശേഷം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ആ ഘട്ടത്തിൽ ആരാധകരെ ശാന്തരാകുവിൻ ആരാധകരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു ക്രിമിനലിന് വേണ്ടിയിട്ട് ഇപ്പൊ ആരൊക്കെ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും അവസാനം വെടിവെച്ച് താഴെ ഇടും എന്നുള്ള ഘട്ടം വന്നപ്പോൾ തള്ളിപ്പറയേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ പറയുന്ന അർജുൻ ആയങ്കിക്ക് പാർട്ടി പല ഘട്ടങ്ങളിൽ ഇപ്പം ഈ അവസാന ഘട്ടം സംരക്ഷണം ഒരുക്കിയിട്ടുണ്ടാവില്ല ഒരു പക്ഷേ. കാരണം സംരക്ഷണം ഒരുക്കാൻ കഴിയില്ല, ഭരണമില്ല, അതുകൊണ്ട് സംരക്ഷണം ഒരുക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ കൈവിട്ടിട്ടുണ്ടാവാമായിരിക്കാം. പക്ഷേ ഇത്രയും കാലം ഇത്തരം ഒരു ക്രിമിനലിന് എല്ലാ ചെലവും കൊടുത്ത് വളർത്തിയത് ആ പാർട്ടി തന്നെയായിരുന്നു. പാർട്ടിയുടെ അറിവോട് തന്നെയായിരുന്നു, പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഈ പറയുന്ന ക്രിമിനലിനെ പാർട്ടി തന്നെയാണ് ചെലവും കൊടുത്ത് വളർത്തിയതും പാർട്ടി തന്നെയാണ് ക്രിമിനലിനെ ഉണ്ടാക്കിയതും. ഈ അർജുൻ ആയങ്കി ജനിക്കുമ്പോൾ ഒരു ക്രിമിനലായി വന്നതെന്നല്ല, പാർട്ടി ക്രിമിനലാക്കി മാറ്റിയതാണ്. തങ്ങൾക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി ക്രിമിനലാക്കി മാറ്റിയതാണ്. എന്താണെങ്കിലും വളർന്ന പാർട്ടി ഏതാണെങ്കിലും ഇപ്പോൾ പാർട്ടിക്ക് അധികാരമില്ല, അതുകൂടി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. പാർട്ടിക്ക് അധികാരം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ നടക്കുമായിരിക്കാം. ഇപ്പം എന്തായാലും അധികാരമില്ല. അപ്പം അതിനിടയിൽ അർജുൻ ആയങ്കിയുടെ ഒരു മൊഴി വന്നിട്ടുണ്ട്. എന്താണ് മൊഴി എന്ന് പറയുന്നത്? ഈ പറയുന്ന പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കാര്യമാണ്. അത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വെല്ലുവിളികൾ നടത്തിയിട്ട് ഇങ്ങനെ പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ പോസ്റ്റ് ഇട്ടത് ഈ പറയുന്ന സുഹൃത്താണ് എന്നാണ് പറയുന്നത്. സുഹൃത്ത് പ്രണവാണ് പോസ്റ്റൊക്കെ ചെയ്തത്, അല്ലാതെ താനല്ല എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തൂടെ ഇവൻ ഒളിജീവിതം നയിക്കുന്നു, മറുഭാഗത്തു കൂടി സുഹൃത്ത് വല്ലാതെ അങ്ങനെ മൂപ്പിച്ചു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഈ സുഹൃത്ത് പ്രണവ് ഇവനെ കൊടുക്കാൻ വേണ്ടി കളിച്ചാണ്. കാരണം പൂട്ടുമ്പോൾ നല്ല 8 നിലയിൽ പൂട്ടട്ടെ, പോലീസുകാർക്ക് ഒരു എന്താ പറയേണ്ടത്, അവർക്കൊരു സ്ട്രോങ്, ഒരു കരുത്തുണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ ഒന്നുകൂടി മൂപ്പിച്ച് ഈ എരിതീയിൽ എണ്ണയിക്കുക എന്ന് പറയുന്ന കേട്ടില്ലേ, ആ പരിപാടി സുഹൃത്ത് ചെയ്യുകയായിരുന്നു എന്ന്. ഈ സുഹൃത്തിന് എന്തോ ഒരു ചെറിയ ഉള്ളിൻ്റെ ഉള്ളിൽ, സുഹൃത്താണെന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് നടക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സുഹൃത്തിനൊരു ഉഷാറ്, എന്തോ ഒരു മാനസിക വിഷമം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ സുഹൃത്ത് ഇങ്ങനെ ഇവൻ മാക്സിമം ഒളിവിൽ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് ചെല്ലാൻ വേണ്ടിയുള്ള പണിയെടുക്കുമ്പോൾ, കണ്ണൂർ എത്തിപ്പെടാൻ വേണ്ടി ബുദ്ധിമുട്ടുമ്പോൾ സുഹൃത്ത് ഇങ്ങനെ പിരികേറ്റിക്കൊണ്ടിരിക്കുന്നത് അതൊരു യഥാർത്ഥ സുഹൃത്താണോ? യഥാർത്ഥ സുഹൃത്താണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് ഇരുചെവി അറിയാതെ കാര്യം നടത്താനല്ലേ തയ്യാറാവുക, അല്ലെങ്കിൽ അതിനല്ലേ പരിശ്രമിക്കുക. ഇത് അതിനു പകരം സുഹൃത്ത് ഒരു ഭാഗത്ത് നിന്ന് വെല്ലുവിളികൾ നടത്തിയത് ഈ സുഹൃത്ത് അത്ര നല്ല സുഹൃത്തല്ല, ആത്മാർത്ഥ സുഹൃത്തല്ല എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ, അല്ലേ? പോരാത്തതിന് തളിപ്പറമ്പിൽ എത്തിയതോടുകൂടി സുഹൃത്ത് വേറൊരു വഴിക്ക് പോയി. അർജുൻ ആയങ്കി നേരെ ഈ പറയുന്ന അഭിഭാഷകൻ്റെ അടുത്തേക്കും പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന സുഹൃത്ത് ഇവനിക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് ചിന്തിച്ചിട്ട് തന്നെ ചെയ്തതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അവിടെ ഇവൻ ഇനിയിപ്പോൾ സുഹൃത്തിനെ ഏൽപ്പിച്ചതാണെങ്കിലും ശരി, സുഹൃത്തിനെ ഏൽപ്പിച്ച് ഒരു ഭീരുവിനെ പോലെ ഓടുകയായിരുന്നു ഇവൻ. സുഹൃത്തിൻ്റെ കയ്യിൽ ID കൊടുത്ത് സുഹൃത്തിനോട് പോസ്റ്റ് ഇടണമെന്ന് ഏൽപ്പിച്ചിട്ടാണെങ്കിലും ശരി, അല്ലാതെയാണെങ്കിലും ശരി, എന്താണെങ്കിലും ഒരു ഭീരുവിനെ പോലെ ഓടുകയായിരുന്നു ക്രിമിനൽ എന്ന് പറയുന്നത്. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെ ആവുള്ളൂ. അതാണ് ഇപ്പോൾ രാഹുൽ പറയുന്നത്, ഈ ആരാധകരെ ശാന്തരാകുവിൻ അകത്തായിട്ടുണ്ട് എന്ന് രാഹുൽ പറയുക. പോലീസ് വളരെ കൃത്യമായിട്ട്
ആ കാര്യങ്ങളിൽ ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഊമ്പിച്ചിട്ട് പോകാം എന്ന് കരുതുകയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു മറുമരുന്ന് കൂടി പോലീസ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ അർജുനായങ്കിമാർ എങ്ങനെ ഉണ്ടായി? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒന്നും ജനിക്കുമ്പോൾ ബോൺ ക്രിമിനലായിട്ട് ജനിച്ചൊന്നുമല്ലല്ലോ അല്ലേ? അപ്പോൾ അവിടെ നിന്ന് ഇത്തരം ആക്ടിവിറ്റികളിലേക്ക് എങ്ങനെ എത്തി? അതാണ് പറയുന്നത്. പാർട്ടി വളരെ കൃത്യമായിട്ട് പാർട്ടി ഉണ്ടാക്കിയെടുത്തതാണ് ഇവനെയൊക്കെ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പം ഇവനൊക്കെ പിടിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് ഈ ആരാധക വൃന്ദം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, QR കോഡ് ഷെയർ ചെയ്ത് കേസ് നടത്തിപ്പിന് വേണ്ടി പണം ക്രൗഡ് ഫണ്ടിങ് പോലും നടത്തുകയാണ്. ആലോചിച്ച് നോക്കൂ. എന്താ പറയേണ്ടത്, ഒരു രോഗിക്ക് വേണ്ടിയല്ല ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു വീട് ജപ്തി ചെയ്യപ്പെട്ട ഒരു പാവത്തിൻ്റെ വീട് സംരക്ഷിക്കാൻ വേണ്ടിയല്ല ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കഷ്ടപ്പെടുന്ന സാധാരണക്കാരന് വേണ്ടിയല്ല ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നത്. നല്ല ഒന്നാം തരം ക്രിമിനലിന് വേണ്ടി ക്രൗഡ് ഫണ്ടിങ് നടത്തുകയാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നല്ല ഒന്നാം തരം ക്രിമിനൽ എന്ന് പറഞ്ഞാൽ എല്ലാ ചെറ്റത്തരവും കയ്യിലുള്ള, പിടിച്ചുപറി മുതൽ ലഹരിക്കടത്ത് മുതൽ ലഹരി മാഫിയയുടെ ബന്ധങ്ങൾ വരെയുള്ള നല്ല ഒരു ക്രിമിനലിന് വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തുക. ഇതൊന്നും പോരാഞ്ഞിട്ട് ക്രിമിനലുകൾക്ക് അങ്ങനെ കുരുപൊട്ടിക്കൊണ്ടേയിരിക്കുക. ഈ ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇവരുടെ കാര്യത്തിൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എന്ന് പറഞ്ഞതുപോലെയാണ്. ഇപ്പോൾ അർജുനായങ്കിക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. ആരൊക്കെയാ ഉള്ളത് എന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അത്രമാത്രം രാജാവിനേക്കാൾ വലിയ രാജഭക്തി. ഇപ്പൊ പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞു, MV ജയരാജൻ തള്ളിപ്പറഞ്ഞു എന്നൊക്കെ പറയുന്നത് അതിലൊന്നൊരു കാര്യമൊന്നുമില്ല. തള്ളിപ്പറയാറുണ്ട് പാർട്ടി സദാസമയവും ഇത്തരം പിടിക്കപ്പെടുമ്പോൾ പലതും തള്ളിപ്പറയുന്ന കൂട്ടത്തിലാണ്. കുഞ്ഞികൃഷ്ണ സഖാവിനെ പോലും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞികൃഷ്ണ സഖാവിൻ്റെ 7 അയലത്ത് ഒരു സഖാവ് എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ പോലും എത്തൂല. അത്രയും കറകളഞ്ഞ സഖാവ് ആ മനുഷ്യനെ പോലും തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഇവര്. മനസ്സിലായില്ലേ? അപ്പൊ അതിലൊന്നും കാര്യമില്ല. അത് പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഇനി വേറെ വഴിയില്ല, തള്ളിപ്പറയലല്ലാതെ വേറെ വഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് ഈ പറയുന്ന പിണറായി വിജയനും ജയരാജനും ഒക്കെ ഇറങ്ങി തിരിച്ചത്. പിന്നെ ഈ ജയരാജനും പിണറായി വിജയനൊക്കെ ഇറങ്ങി തിരിക്കാനും ചില കാരണങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അത് കണ്ണൂരിലെ പാർട്ടി രാഷ്ട്രീയം കൂടിയാണ്. കണ്ണൂരിലെ പാർട്ടി രാഷ്ട്രീയം എന്ന് പറയുന്ന, കണ്ണൂരിൽ ഇവർക്ക് എന്താ പറയേണ്ടത്, ഒരു ഭാഗത്ത് മറ്റാളുണ്ട്. ആര്? P ജയരാജൻ. പിണറായി വിജയൻ അടിച്ച് മൂലക്കിരുത്തിയ നേതാവ്, എവിടെയും ഇല്ലാതെ സൈഡായിപ്പോയൊരു നേതാവുണ്ടല്ലോ, P ജയരാജൻ. ആ P ജയരാജൻ്റെ കൂട്ടത്തിൽപ്പെടുന്നവരാണ് ഇവരൊക്കെ. അപ്പം എന്താണെങ്കിലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ രാഹുൽ പറയുന്നത് ശാന്തരാകുവിൻ, ആരാധകരെ ശാന്തരാകുവിൻ എന്നുള്ളതാണ്. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ പോസ്റ്റ് എന്ന് പറയുന്നത് വെറുതെ അല്ല രാഹുൽ അങ്ങനെ ഇട്ടത്. കാരണം രാഹുലിൻ്റെ മുന്നിൽ ചെറിയ രീതിയിലുള്ള എന്താ പറയേണ്ടത്, ഉള്ളിലുണ്ടാവുമല്ലോ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് പോലും ആഘോഷിച്ചവരുടെ കൂട്ടത്തിലുള്ള ആളുകളാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ രാഷ്ട്രീയ വേട്ടയാടി അറസ്റ്റ് ചെയ്ത ആളുകളാണ്. ആ രാഷ്ട്രീയ വേട്ടയാടി അറസ്റ്റ് ചെയ്ത ആളുകൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറയുന്ന മുന്നിലൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ആ കാര്യത്തിൽ വലിയ ആഘോഷങ്ങൾ നടത്തും. രാഹുൽ ഇപ്പോൾ ഇന്ന് രാവിലെ മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പോസ്റ്റുമായിട്ട് എത്തിയിരിക്കുന്നത്, ആരാധകരെ ശാന്തരാകുവിൻ എന്ന് പറഞ്ഞുകൊണ്ട്.